മറ്റൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 25-കാരിക്കെതിരെ പോലീസ് കേസ്. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെറിലിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പ്രതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടികളെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതുൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഈ സ്നേഹ മെറിലിനെ കുറിച്ച് ഇതാദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത്. ഇതിനു മുൻപ് സഹോദരങ്ങളായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പീഡിപ്പിച്ച കേസിൽ പ്രതി, മറ്റൊരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ ആക്രമിച്ച കേസിലെ പ്രതി, ഏറ്റവും ഒടുവിലാണ് ഇത്തരമൊരു സംഭവം പുറത്തു വരുന്നത്. ഒരു 16-കാരിയെ പീഡിപ്പിച്ച കേസ്. ഇതെങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഇവരെത്തുന്നത്? വീട്ടിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണോ സ്നേഹ? അതിൻ്റെ മറവിലാണോ, ആ കുടുംബവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണോ, മറവിലാണോ ഇത്തരമൊരു ലൈംഗിക ചൂഷണം നടന്നത്? അതെ ടോമെ, പീഡനത്തിനിരയായ 16 വയസ്സുകാരുടെ മാതാവിന്റെ സുഹൃത്താണ് ഈ സ്നേഹ മെർലിൻ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ അവരുടെ പരിചയത്തിന്റെ പുറത്താണ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നതും വീട്ടിൽ വന്നതിന് ശേഷം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ 16 വയസ്സുകാരിയെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ സ്നേഹയെ കുറിച്ച് നമ്മൾ ടോം സൂചിപ്പിച്ചതുപോലെ ഇത് ആയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വർഷം ജനുവരിയിൽ സമാനമായ കേസ്, അത് സമാനമെന്ന് പറയാമെങ്കിൽ ഇതിലും കുറച്ചുകൂടി കൂടുതൽ ഗൗരവമുള്ള കേസാണ്. അതായത് 2 സഹോദരൻ എന്നല്ല, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പീഡിപ്പിച്ച കേസിലെ പ്രതി. അതായത് 12 വയസ്സുള്ള പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇവരുടെ ബാഗിൽ നിന്നും സ്കൂൾ അധികൃതർ ഇത്തരത്തിൽ സംശയാസ്പദമായ ഒരു മൊബൈലും അതോടൊപ്പം മൊബൈലിൽ കുറെ ചിത്രങ്ങളും കാണുന്നു. അങ്ങനെ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ഈ സ്നേഹ മെർലിൻ ഈ കുട്ടിയെ പീഡിപ്പിച്ച വിവരം അറിയുന്നതും പിന്നീട് സ്നേഹ മെർലിനെ ചോദ്യം ചെയ്തതോടുകൂടി ഈ കുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും ഇത്തരത്തിൽ ലൈംഗികത്തിന് ഇരയാക്കിയെന്ന കാര്യം പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ ആ കേസിൽ അന്വേഷണം നടത്തുന്നതിനിടയിൽ നേരത്തെ ഒരു ആൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ച കേസിൽ കൂടി പ്രതിയാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസിലേക്ക് വന്നാൽ മേൽപ്പറമ്പ് പോലീസ് ഇത് സംബന്ധിച്ച് ഈ കുട്ടി ഈ പീഡനത്തിനിരയായ കുട്ടി ഈ ഭയം കൊണ്ട് ഈ കാര്യം പുറത്തു പറഞ്ഞിരുന്നില്ല. അങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഈ കുട്ടിയെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ വിവരം, ഈ സ്നേഹ വീട്ടിലേക്ക് എത്തിയ കാര്യവും ഈ ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കിയ കാര്യമൊക്കെ പുറത്തു വരുന്നത്. പിന്നീട് മേൽപ്പറമ്പ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും നേരത്തെ കേസുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ പ്രതിയെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ചെയ്തു. പക്ഷേ ഇവരെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 വയസ്സുകാരുടെ മാതാവുമായുള്ള സൗഹൃദം, ആ സൗഹൃദം ചൂഷണം ചെയ്താണ് ഈ വീട്ടിലെത്തുകയും വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു 16 വയസ്സുകാരെ ഇത്തരത്തിൽ ലൈംഗികമായ പീഡനത്തിനിരയാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ CPI കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം K മുരളീധരനെ ആക്രമിച്ച കേസിൽ കൂടി പ്രതിയാണ് ഈ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന ഈ 25 വയസ്സുകാരി. അതായത് 25 വയസ്സുകാരിയാണെന്ന് ഓർക്കണം. നമ്മൾ പലപ്പോഴും പോക്സോ കേസുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പക്ഷേ 50 വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകളൊക്കെയാണ് ഈ കുട്ടികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഒരു പെൺകുട്ടി, 25 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ ആൺകുട്ടികളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു കേസിൽ പിടിക്കപ്പെട്ടു, പിന്നീട് മറ്റൊരു കേസിൽ ഇത്തരത്തിൽ ഇതേ സമാനമായ കുറ്റം കണ്ടെത്തി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയാണ് ഈ സ്നേഹ ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടത്തിയതെന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇവർ കർണാടകയിലോ മറ്റോ കടന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ കർണാടകയിൽ ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശിയാണ് സ്നേഹ മെർലിൻ എന്ന് പറയുന്ന 25 വയസ്സുകാരി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്നേഹ ലൈംഗിക വൈകൃതമുള്ള ഒരു യുവതിയാണോ? സാധാരണ പുരുഷന്മാരെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, കൊച്ചു കുട്ടികളടക്കം ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ. ഇത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ലൈംഗികമായി ഉപദ്രവിക്കുന്നു. അതും വളരെ അടുപ്പമുള്ള അയൽവാസികളും അല്ലെങ്കിൽ ഇത്തരം കുടുംബങ്ങളുമായി ബന്ധമുള്ള കുട്ടികളെയാണ് ഈ സ്നേഹ ലൈംഗികമായി ഉപദ്രവിക്കുന്നത്. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ലൈംഗിക വൈകൃതമുള്ളൊരു വ്യക്തിയാണോ ഈ യുവതി?
തീർച്ചയായും ടോമേ, അത് കഴിഞ്ഞ വർഷം, അതായത് ജനുവരിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഈ തളിപ്പറമ്പിലുണ്ടായ കേസിൽ വലിയ തോതിൽ ഈ വാർത്താ പ്രാധാന്യം നേടുകയും നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അന്ന് ഈ കാര്യത്തിൽ വിശദമായ ഈ സൈക്കോളജിക്കൽ ഉൾപ്പെടെ ആളുകളുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ലൈംഗിക വൈകൃതത്തിന് ഒരു അടിമ എന്ന് തന്നെ പറയേണ്ടി വരും. അത് മാത്രമല്ല ടോമേ, ഇതിപ്പോൾ ഭയം കാരണം ഈ കുട്ടി പുറത്തു പറഞ്ഞിരുന്നില്ല. നേരത്തെ തളിപ്പറമ്പിൽ പിടികൂടിയ കേസാണെങ്കിൽ ഈ മൊബൈൽ പരിശോധിച്ചപ്പോൾ അതിൽ കുറെ വീഡിയോകൾ, ഇത്തരത്തിൽ സംശയാസ്പദമായ രീതിയിലുള്ള വീഡിയോകൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി കൗൺസിലിംഗ് നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള വിവരം പുറത്തു വരുന്നത്. ഇനി ഇത്തരത്തിൽ ഭയം കാരണം ഇവൾ സ്നേഹ എന്ന് പറയുന്ന ഈ 25 വയസ്സുകാരി എത്ര കുട്ടികളെ ഇങ്ങനെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന കാര്യം അത് ഏതായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും. 1 വർഷ കാലയളവേ ആയുള്ളൂ ഒരു കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടന്നു, റിമാൻഡിൽ നിരവധി ദിവസം കിടന്നു. അങ്ങനെ ജാമ്യം നേടി പുറത്തു വന്നപ്പോൾ വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്യുന്നു. അതും ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ എന്ന് ഓർക്കണം. നേരത്തെ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിയാണ് ഇവർ. അതോടൊപ്പം ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു 16 വയസ്സുകാരിയാണ് ഇത്തരത്തിൽ ലൈംഗിക രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചൂഷണത്തിന് ഇരയാക്കിയത്. എന്തായാലും പോലീസ് ഇവരെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഭയം കാരണം പുറത്തു പറയാത്ത ഒരുപാട് കേസുകൾ ഉണ്ടാകുമെന്നതിനാണ് പോലീസ് കരുതുന്നത്. കാരണം അത്രത്തോളം ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു കേസിൽ ഇത്തരത്തിൽ പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്കൊക്കെ കടന്ന് കോടതിയിൽ ഇപ്പോഴും നിയമ നടപടി നടക്കുന്ന ഒരാള് വീണ്ടും അതേ കുറ്റകൃത്യം, അതും 25 വയസ്സ് മാത്രം പ്രായമുള്ള സ്നേഹ ഇനി പുറത്തിറങ്ങിയാൽ, അതായത് ഇതിനു മുൻപ് ഈ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ആ സഹോദരങ്ങളെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായതാണ്, റിമാൻഡിലായതാണ്, പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു, വീണ്ടും ഇതുപോലുള്ള ലൈംഗിക വൈകൃതം പ്രകടിപ്പിക്കുന്നു. സ്നേഹ ഈ കേസിലും ഇപ്പോൾ അറസ്റ്റിലായി, റിമാൻഡ് ചെയ്യും, ഒരു സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങും, ഇതുപോലെ വീണ്ടും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന പ്രവണത കാട്ടും. സ്വാഭാവികമായും ഈ സ്നേഹയ്ക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അവർ പുറത്തിറങ്ങുന്നത് തന്നെ നമ്മുടെ കുട്ടികൾക്ക്, ഈ സമൂഹത്തിനത് അപകടമാണ്. ഇവർക്കെതിരെ ഏത് രീതിയിലുള്ളൊരു നടപടിയെക്കുറിച്ചാണ് പോലീസ് ആലോചിക്കുന്നത്? തീർച്ചയായും ടോമെ, അത് വളരെ ഗൗരവപൂർവ്വം നടപ്പിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പോലീസ് ആ രീതിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത്. കാരണം 3 പോക്സോ കേസുകൾ, അത് എല്ലാം ഇപ്പോൾ ഇതുൾപ്പെടെ 4ാമത്തെ കേസാണ് ഈ സ്നേഹ മെറിനെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതോടൊപ്പം ഒരു CPIയുടെ ജില്ലാ കൗൺസിൽ അംഗത്തെ ആക്രമിച്ച ഒരു കേസ്. അങ്ങനെ ലൈംഗിക വൈകൃതത്തിന്റെ അടിമ മാത്രമല്ല, ഒരു പക്ഷേ നമുക്ക് ഗുണ്ട എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള 25 വയസ്സുകാരുടെ മാനസികാവസ്ഥയാണിത്. എന്തായാലും ഇതിൽ പുറത്തു വരാത്ത അല്ലെങ്കിൽ പുറത്ത് അറിയപ്പെടാത്ത ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടാകും തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ മേൽപ്പറമ്പ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും അത്തരം കടുത്ത നടപടികളിലേക്കൊക്കെ പോലീസ് ഒരു പക്ഷേ കടന്നേക്കാം. കാരണം ഇവർക്ക് ഇനി ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ഇതിന്റെ കുറ്റപത്രം ഹാജരാക്കി ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി അന്തിമ വിധി വരുന്നതുവരെ പരമാവധി ഇവർക്ക് ഇനി ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടത്താതിരിക്കാനുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കുന്നുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നതും. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനം, കൂടുതൽ കേസുകൾ ഇത്തരത്തിൽ ഇവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? കാരണം ഇവർ ഇത്തരം വീടുകൾ കൃത്യമായി മനസ്സിലാക്കി അവരുടെ പരിചയം സമ്പാദിച്ച് ആ വീടുകൾ നുഴഞ്ഞു കയറി അവിടെ താമസിക്കുകയും അവിടെയുള്ള കുട്ടികളെ ഇങ്ങനെ പീഡനത്തിനിരയാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതിൽ പുറത്ത് ഈ കുട്ടികൾ ഈ വിവരങ്ങൾ പറയാറില്ല. കാരണം ഭയം കാരണം ഇവർ ഒരു പക്ഷേ ഭയപ്പെടുത്തുന്നുണ്ടാകാം. അത് തന്നെയാണ് പോലീസ് പറയുന്നത്. ചൈൽഡ് ലൈൻ അത്രത്തോളം വിശദമായ പരിശോധന അല്ലെങ്കിൽ ഇവരെ മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ കാര്യം വ്യക്തമാവുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന കാര്യം. പിന്നീടാണ് പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ചെറിയ പരിചയത്തിന്റെ മുകളിൽ പോലും ഇങ്ങനെ അത്തരം വീടുകൾ ലക്ഷ്യമിട്ട് അവിടെ എത്തി ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്ന കാര്യമാണ്. അത് നേരത്തെ തളിപ്പറമ്പിലുണ്ടായ കേസും സമാന രീതിയിലാണ്. നമുക്ക് ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ രീതി പരിശോധിച്ചാൽ കാണാം, ഒരു ക്രൈം ചെയ്യുന്ന ആൾ അതേ രീതി പിന്തുടരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ബൈജു, സ്നേഹ കൂടുതൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ടോ? അത് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാകും? ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്കത് വലിയ ആഘാതമുണ്ടാക്കും. അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ ചൈൽഡ് ലൈൻ്റെയൊക്കെ ഭാഗത്തുനിന്നൊരു കൃത്യമായ ഇടപെടലുകൾ വേണ്ടേ? കൂടുതൽ കുട്ടികൾ ഈ സ്നേഹയുടെ ചൂഷണത്തിന്
ഇരകളായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിശദമായി തന്നെ ഒരു പരിശോധന ആവശ്യമല്ലേ? പോലീസ് അങ്ങനെ തന്നെയാണ് ടോമെ സംശയിക്കുന്നത്. അതായത് കൂടുതൽ കുട്ടികളെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇത്തരത്തിൽ ലക്ഷ്യമിട്ട് ആ വീടുകളിൽ എത്തുകയും ഇങ്ങനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ഇവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കസ്റ്റഡിയിലെടുത്തതിനു ശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും ഇവരെ ഇപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇവരിപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇത്തരം മറ്റ് കേന്ദ്രങ്ങൾ ഇവർക്ക് പല സ്ഥലങ്ങളും ഇത്തരം ഇവർ പരിചയപ്പെടുന്ന ഇടങ്ങളുണ്ട്. ഇവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ ഒരുപാട് തവണ ഇവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചതാണ്. കഴിഞ്ഞ വർഷം വിശദമായി നമ്മൾ തന്നെ ഇത് ചർച്ച ചെയ്തതാണ്. സ്പോട്ട് ലൈവിൽ ഉൾപ്പെടെ വിശദമായി ചർച്ച ചെയ്തതാണ്. അതിൽ വലിയ തോതിലുള്ള ഒരു ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ്. ഇവരെ കൃത്യമായി ഫോട്ടോ പലർക്കും അറിയാം. എന്നിട്ടും ഇവർക്ക് ഇത്തരം ആളുകളിലേക്ക് ചെന്നെത്താൻ പറ്റുന്നു, വീണ്ടും അതേ കുറ്റകൃത്യം തന്നെ തുടരാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ പ്രേക്ഷകർ ഓർത്തുവെക്കുക. ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അപരിചിതരായ ആളുകൾ വളരെ പെട്ടെന്ന് പരിചയം നടിച്ച് സൗഹൃദം സ്ഥാപിച്ച് വീടുകളിലേക്ക് എത്തുമ്പോൾ അവരെ സൂക്ഷിക്കുക എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളും ഉള്ള വീടുകളിൽ ഇതിപ്പോൾ ആൺകുട്ടികളെയും ഇത്തരത്തിൽ ഈ ഒരു ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളെയും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് ഇത്തരം കേസുകൾ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇവർ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവർക്ക് പോലീസിന് അത്തരത്തിലുള്ള സംശയം കൂടുതലായിട്ടുണ്ട്. ഏതായാലും അത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിൽ വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ സ്നേഹ മെർലിനെ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോണം, ആ മുഖം മറക്കരുത്. നാളെ മറ്റു പല പരിചയം സ്ഥാപിച്ചും സൗഹൃദം സ്ഥാപിച്ചും പലരുടെയും വീടുകളിലേക്ക് എത്താം. കാരണം ജാമ്യം കിട്ടി പുറത്തിറങ്ങാം. സ്വാഭാവികമായും ഇത്തരം കേസുകളിലൊക്കെ സംഭവിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഈ സ്നേഹയ്ക്കെതിരെ നിയമ നടപടി മാത്രം പോരാ, അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതാണ്. അവർക്ക് അല്ലെങ്കിൽ കൃത്യമായൊരു ചികിത്സ നൽകേണ്ടതാണ്. വലിയ രീതിയിലൊരു സ്വഭാവ വൈകൃതമുള്ള ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ് സ്നേഹ മെർലിൻ. 25 വയസ്സ് മാത്രമാണ് പ്രായം. ഈ പ്രായത്തിനിടെയാണ് 4 കേസുകൾ, അതിൽ പോക്സോ കേസുകൾ ഉൾപ്പെടെ. ഒരുപക്ഷെ ഇത് വലിയ ആശങ്കയോടുകൂടി കാണേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽവാസികൾ, ബന്ധുക്കൾ, അത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ പോലും ഇതുപോലുള്ള ലൈംഗിക വൈകൃതം കാണിക്കുന്നുണ്ട്. അവിടെ ഇരകളാകപ്പെടുന്നത് കൊച്ചുകുട്ടികളാണ്. അവർക്കത് വലിയ രീതിയിലുള്ള മാനസികാഘാതമുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ജാഗ്രതയും ഇടപെടലുകളും ആവശ്യമാണ്. ഇതുപോലുള്ള അപരിചിതരെ അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ചെത്തുന്നവരെ ഒരല്പം അവരുമായൊരല്പം അകലം പാലിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിക്കും സുരക്ഷിതത്വത്തിനും നല്ലതാണെന്ന് എല്ലാ മാതാപിതാക്കളും ഓർക്കണം.